വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ പഴം കൊണ്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനായി 3 പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ തൊലി കളഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഗോതമ്പ് പൊടി 1 കപ്പ്. പിന്നെ ഇതിലേക്ക് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ് കേട്ടോ. 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. ഓയിലൊന്നും ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവി കയറ്റിയെടുക്കാം. പക്ഷെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫില്ലിങ്ങിനായിട്ട് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ട്, എള്ള്, പിന്നെ കോക്കനട്ടാണ് കേട്ടോ. ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്തത്. എൻ്റെ കയ്യിലത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ മതി കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തു. അപ്പോൾ അത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ തൂക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തന്നെ കേക്ക് പോലെയും ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ബാറ്ററിന് മുകളിലായിട്ട് ഞാൻ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു റവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ആവി പാത്രത്തിലേക്ക് 20 മിനിറ്റോളം ആവി കയറ്റുന്നുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിമിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താഴെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആ ഓയിൽ തേച്ച് കൊടുത്തതുകൊണ്ട് തന്നെ താഴെ ഒട്ടിപ്പിടിക്കാതെയാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ആവിയിൽ വേവിച്ചെടുത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.